നമസ്കാരം. ഗൾഫ് മേഖലയുടെ സമാധാനാകാശം വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ കനക്കുകയാണ്. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം ശക്തമാകുന്നതിനിടെ അതിനെ ഞെട്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അറബ് രാജ്യങ്ങളുടെ ഹൃദയഭാഗങ്ങളിലേക്കും എത്തിച്ചേരുകയാണ്. ഏറ്റവും പുതിയ സംഭവമായി ദുബായ് വിമാനത്താവളത്തിനടുത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണത് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു. സുരക്ഷയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ട ഗൾഫ് നഗരങ്ങളുടെ മുകളിലൂടെ ഇപ്പോൾ യുദ്ധത്തിന്റെ കാട്ടുതീ കൂടുതൽ കത്തിപ്പടരുകയാണ്. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടരുകയാണ് ഇറാൻ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം പതിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ധന ടാങ്കിലാണ് ഡ്രോൺ അവശിഷ്ടം പതിച്ചത്. തീയണയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നുമാണ് അധികൃതർ പറയുന്നത്. ഇതിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി യുഎഇയിലെത്തി. യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി നിർണായക ചർച്ച നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. യുഎഇ പ്രസിഡന്റുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സംസാരിച്ചു. യുഎഇയും സഹോദര രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച നടന്നുവെന്ന് യുഎഇ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സൗദിയും യുഎഇയും ആവശ്യപ്പെട്ടു. ഖത്തർ പ്രധാനമന്ത്രിയുമായി സൗദി വിദേശകാര്യമന്ത്രി സംസാരിച്ചു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു. ഇതിനിടെയാണ് കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ തടഞ്ഞു എന്ന് സൗദി അറിയിച്ചത്. ഇതുവരെ സൗദി 56 ബാലിസ്റ്റിക് മിസൈലുകളും 17 ക്രൂസ് മിസൈലുകളും 450 ഡ്രോണുകളുമാണ് നേരിട്ടത്. അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷനും സൗദി പുറത്തിറക്കി. അതേസമയം ലക്ഷ്യം പൂർത്തിയാക്കും വരെ ഇറാന് മേൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ വ്യക്തമാക്കിയത്. സർക്കാരുകളെ അട്ടിമറിക്കുകയല്ല ലക്ഷ്യമെന്നും ഡെഫ്രിൻ പ്രതികരിച്ചു. ഇതിനിടെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി എന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ വിദേശകാര്യ മന്ത്രി നിഷേധിച്ചു. ഈ ആക്രമണങ്ങൾ വെറും സൈനിക നീക്കങ്ങളല്ല, ലോകത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഘടനകളെയും ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു ഭീഷണിയായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, എണ്ണ കേന്ദ്രങ്ങൾ തുടങ്ങിയ നിർണായക സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന ഈ ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത ഗൾഫിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതിന്റെ തെളിവാണ്. ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഈ തുടർച്ചയായ ആക്രമണങ്ങൾ വെറും പ്രാദേശിക സംഘർഷമല്ല, ആഗോള സുരക്ഷയെയും സാമ്പത്തിക സ്ഥിരതയെയും നേരിട്ട് ബാധിക്കുന്ന പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ മുതൽ എണ്ണ കേന്ദ്രങ്ങൾ വരെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ ലോകത്തിന്റെ വ്യാപാര ധമനികളിൽ തന്നെ കുത്തിയിറക്കുന്ന കത്തി പോലെയാണ്. ദുബായ് പോലുള്ള നഗരങ്ങൾ ഒരിക്കൽ ആഗോള സമാധാനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ നഗരത്തിന്റെ ആകാശത്ത് യുദ്ധത്തിന്റെ ഭീതിയാണ് നിറയുന്നത്. ഓരോ ഡ്രോൺ ആക്രമണവും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു മുന്നറിയിപ്പായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇനി ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല.